അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഹിദായത്ത് സ്റ്റോറിയിലെ എല്ലാ കൂട്ടുകാർക്കും പടച്ച റബ്ബ് ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ എന്ന് ആദ്യം തന്നെ പ്രാർത്ഥിക്കാൻ കേട്ടോ. അപ്പോൾ ഇന്നലെയൊന്നും ഹിദായത്ത് സ്റ്റോറി വിടാൻ പറ്റിയില്ല. അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ എൻ്റെ വീട്ടിലേക്ക് പോയിരുന്നു നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളെ വീട്ടിൽ നമ്മളെപ്പോഴെങ്കിലൊക്കെ എത്തുമ്പോൾ നമ്മൾക്കിങ്ങനെ സ്റ്റോറി റെക്കോർഡിങ്ങും എഡിറ്റിങ്ങും ചെയ്ത് നിൽക്കാൻ പറ്റില്ലല്ലോ. ഈ പ്രാവശ്യം നോമ്പിന് പോയിട്ടേ ഇല്ല. അപ്പം ഉമ്മാൻ്റെ കൂടെയും ഒക്കെ കുറച്ച് നേരമൊക്കെ സംസാരിച്ചങ്ങനൊക്കെ ഇരുന്ന്, പിന്നെ കുട്ടികളും ഒക്കെ ഉണ്ടാകുമ്പോൾ ഭയങ്കര ഒച്ചപ്പാടൊക്കെ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് പിന്നെ അത് സ്റ്റോറി ചെയ്തില്ല കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ കേട്ടൊരു ന്യൂസ് കേട്ടപ്പോൾ ഭയങ്കര ഒരു സങ്കടം തോന്നി. അതായത് ഒരു ബ്ലോഗർ ജുനൈദ് എന്ന് പറഞ്ഞൊരു ബ്ലോഗർ, നിങ്ങളെ കണ്ടിട്ടുണ്ടാവില്ല അല്ലേ? അത് അദ്ദേഹം മരണപ്പെട്ടതായിട്ട് ആക്സിഡൻറ്റിൽ മരണപ്പെട്ട് തല മൺകൂനയിൽ ഇടിച്ചിട്ട് ബ്ലഡൊക്കെ ഒരുപാട് പോയി. ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചപ്പോഴേക്കും മരണപ്പെട്ടു. ബ്ലഡ് പോയിട്ട് എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. എന്തൊക്കെ തന്നെയാലും പഠിച്ച റബ്ബ് അദ്ദേഹത്തിൻ്റെ ഖബറിടം സ്വർഗ്ഗപ്പൂന്തോപ്പാക്കി കൊടുക്കട്ടെ. ഇപ്പോഴും മെഡിക്കൽ കോളേജിലാണ് എന്നാണ് പറഞ്ഞത്. എന്തൊക്കെ തന്നെയാലും അദ്ദേഹത്തിൻ്റെ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്ത് തരട്ടെ. പിന്നെ അതിനെക്കുറിച്ച് എന്തൊക്കെയോ ഒരുപാട് വിവാദങ്ങളോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അതായത് എന്താ ഭാര്യയെ അതോ ഇതൊരു പെണ്ണൊക്കെ ആദ്യം ഭയങ്കര ഫ്രണ്ട്ഷിപ്പായിരുന്നു, പിന്നീട് അവരിഷ്ടമില്ലാതായപ്പോൾ അവനെ കുറിച്ച് കേസ് കൊടുത്തു അങ്ങനെ എന്തൊക്കെ പറഞ്ഞാനൊക്കെ ആയിരുന്നല്ലോ അല്ലേ. അപ്പോൾ ഒരുപാട് വിമർശനങ്ങളും കാര്യങ്ങളും ഒക്കെ വന്ന് ഒരുപാട് നമുക്കിപ്പോൾ നമ്മളെ കമൻറ്റ് ബോക്സിൽ തന്നെ നമുക്ക് ചെറിയ രീതിയിലുള്ളൊരു തെറി കേൾക്കുമ്പോഴേ അല്ലെങ്കിൽ ഒരു നെഗറ്റീവായിട്ട് കമൻ്റ് ഇടുമ്പോൾ നമ്മളെ മനസ്സത് വല്ലാതെ ഇങ്ങോട്ട് വേദനിക്കുമല്ലോ. കാരണം എന്തൊക്കെ തന്നെയാലും അപ്പോൾ ശരിയാണ്, ജനങ്ങൾ അവരുടെ അഭിപ്രായം എഴുതാണ്, ഓക്കെയാണ്. പക്ഷെ ഇദ്ദേഹത്തിന് അത്രമാത്രം രീതിയിലുള്ള കമൻറ്റുകളും തെറികളും ഒക്കെ വന്ന് ട്രോളും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ട് ഒരുപാട് സങ്കടങ്ങൾ ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ കാരണം അതൊക്കെ പറഞ്ഞിട്ടും ഒരു മാപ്പ് പറയുവാനോ അല്ലെങ്കിൽ ഒന്നിനും നിൽക്കാതെ അയാൾ യാത്രയായി അല്ലേ. നമുക്ക് പറഞ്ഞവർക്കൊക്കെ ഒരു സങ്കടം വേദന ഉണ്ടാവുകയും ചെയ്യും. ഇപ്പോൾ എല്ലാവരും സോഷ്യൽ മീഡിയയിലൊക്കെ മൊത്തത്തിലായിട്ട് അദ്ദേഹത്തിൻ്റെ അതിന് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ മരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടോ. നമ്മളിപ്പോൾ എങ്ങനെയൊക്കെ തന്നെ ഏത് നിമിഷവും നമ്മൾ പോകുന്ന നമുക്ക് ഈ ഒരു ഇട്ട ഡ്രസ്സ്, നമ്മളിപ്പോൾ ഒരു ഡ്രസ്സ് ഇടുന്ന സമയത്ത് ആ ഒരു ഡ്രസ്സ് പോലെ ഇടുന്നത് നമ്മളായിരിക്കും, ഊരുന്നതാരാ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അല്ലേ. അങ്ങനല്ലേ, നമ്മൾ ഡ്രസ്സ് നല്ല എന്തോ അതിന് പ്രത്യേകിച്ച് കാര്യമായിട്ട് ഇന്നിപ്പോൾ നമ്മൾ കുളി കഴിഞ്ഞ ഡ്രസ്സൊക്കെ അണിഞ്ഞ് ഇനിയിപ്പോൾ നാളെ അല്ലെങ്കിൽ ഈ ഡ്രസ്സ് ഇന്ന് തന്നെ നമ്മളല്ലാതെ ഊരുന്നത് മറ്റാരെങ്കിലൊക്കെ ആയിരിക്കും. അങ്ങനത്തെ അവസ്ഥയൊക്കെയാണ് മരണം എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണ്. എന്തൊക്കെ തന്നെയായാലും പടച്ച റബ്ബ് നമ്മളൊക്കെ പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് കാത്ത് രക്ഷിക്കട്ടെ. നമ്മളെയും നമ്മുടെ മക്കളെയും നമ്മുടെ മാതാപിതാക്കളെയൊക്കെ അല്ലേ. എന്തൊക്കെ തന്നെ നല്ലൊരു മാസത്തിലാണ് അത് മരണപ്പെട്ടത്. പിന്നെ ഇന്നലെ വെള്ളിയാഴ്ചയായിരുന്നു. വെള്ളിയാഴ്ച രാവും പകലും മരണപ്പെട്ടാൽ അതിന് പ്രത്യേക ഒരു പ്രതിഫലം ഉണ്ടെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. എന്തായാലും പഠിച്ച റബ്ബ് അതിൻ്റെ ദോഷങ്ങളൊക്കെ എന്തൊക്കെ തന്നെ ഉണ്ടെങ്കിലും പുറത്ത് കൊടുക്കട്ടെ അല്ലേ. അപ്പോൾ പിന്നെ നമ്മൾ ഏത് സമയം നമുക്ക് ഒരിക്കലും അറിയില്ല അല്ലേ, ഏത് സമയത്താണ് നമുക്കുള്ള ടൈം എന്നുള്ളത്. ഏത് സമയത്ത് എന്ത് സംഭവിക്കാം. പക്ഷേ അതിൽ നമുക്കുള്ള ഏറ്റവും സങ്കടമുള്ള സംഭവം എന്ന് വെച്ചാൽ പഠിച്ചവനെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളെ മക്കൾ മരണപ്പെട്ടു പോകുന്നൊരവസ്ഥ, അതൊരു മാതാപിതാക്കൾക്കും താങ്ങാൻ കഴിയാത്തൊരവസ്ഥയാണല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ പെട്ടെന്നുള്ള മരണത്തെ തൊട്ട്. അതുപോലെ തന്നെ അതിൻ്റെ തലേന്ന് ഞങ്ങൾക്കൊരു ഗ്രൂപ്പുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പ്. അത് ഈ യൂട്യൂബേഴ്സ് അങ്ങനത്തെ ഉള്ള ഗ്രൂപ്പാണ്. അതിലിങ്ങനെ വരുന്നുണ്ട്, എന്താ നമ്മളെ ഷെമി എന്നൊക്കെ പറയില്ലേ, ഒരു പ്രായമേറിയ ഒരു താത്താനെ, ഒരു ഷെഫി എന്ന് പറഞ്ഞ പ്രായം കുറഞ്ഞൊരു ചെക്കന് കല്യാണം കഴിച്ചത് അല്ലേ. 50 വയസ്സെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞത് താത്താക്ക് വേറെ 2-3 കുട്ടികളുണ്ടായി. പിന്നെ ഷെഫിയുണ്ടായ ഒരു മോള്, ഇപ്പോൾ 4ാമത്തെ കുട്ടിയാണ് ഉമ്മാക്ക് അത്. അപ്പോൾ എന്തൊക്കെ തന്നെയാലും അത് ദുനിയാവിലേക്കുള്ള കുട്ടിയല്ല, ആഖിറത്തേക്കുള്ള കുട്ടിയാണ് അല്ലേ. അത് മരണപ്പെട്ടു എന്നറിഞ്ഞു. അവർ എന്തൊക്കെ തന്നെയാലും ആകാംക്ഷയോടെ കാത്തിരുന്നു. എല്ലാവരും അങ്ങനെ തന്നെ. നമ്മൾ ഗർഭകാലം എന്ന് പറയുമ്പോൾ നമുക്ക് പഠിച്ചവനെ അള്ളാഹു എൻ്റെ കുട്ടിനെ അങ്ങനെ നമുക്കൊരു
ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാവുമല്ലോ. പക്ഷേ ആ കുഞ്ഞ് ദുനിയാവിനേക്കുള്ള കുഞ്ഞായിരുന്നില്ല. ആയിരുന്നെങ്കിൽ ഭയങ്കര ഒരു ആഘോഷമാക്കി മാറ്റും. അങ്ങനെയല്ലോ മൊത്തത്തിൽ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ആരെങ്കിലുമൊക്കെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഭയങ്കര, പക്ഷേ ഇത് ഭയങ്കര ഒരു സങ്കടമുള്ള വാർത്തയായി. എന്തായാലും എനിക്ക് പറയാനുള്ള, അങ്ങനെ മക്കളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ നാളെ ആഖിറത്തിൽ നിന്ന് കൈ പിടിച്ച് കയറ്റാൻ ഒരു കുട്ടി. പഴയ ആൾക്കാരെ പറയണേക്കാലോ, അനക്ക് എന്താടി പ്രശ്നം, എൻ്റെ 2 കുട്ടികൾ അവിടെ അല്ലേ നിന്നെ കൈ പിടിച്ച് സ്വീകരിക്കാൻ. കാരണം പണ്ടൊക്കെ എന്ന് വെച്ചാൽ ശിശുമരണം ഒരുപാട് ഉണ്ടാവുമായിരുന്നല്ലോ. അപ്പോൾ ചെറുപ്പത്തിൽ മരണപ്പെട്ട ഒരുപാട് കുട്ടികളും കാര്യങ്ങൾ അങ്ങനെയൊക്കെ. എന്തായാലും ഉമ്മനെ കാണണം, ഉപ്പയെ കാണണം എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ പെട്ടെന്ന് അത് സ്വർഗത്തിലേക്ക് കയറ്റും. അങ്ങനെയൊക്കെയല്ലേ നമ്മൾ പഠിച്ചതില്ലേ. എന്തായാലും പഠിച്ചോ ക്ഷമ നൽകട്ടെ. എന്തായാലും നല്ല വിഷമം ഉണ്ടാവും. കുറച്ച് ദിവസത്തിന് നല്ല വിഷമം ഉണ്ടാവും. ഇനിയിപ്പോൾ എന്തൊക്കെ തന്നെ എനിക്ക് തന്നെ അങ്ങനൊരു അനുഭവം ഉണ്ട് കേട്ടോ. അതായത് അനുഭവം എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു വിഷമത്തിൻ്റെ കാര്യം ഞാൻ പറയണത്. അതായത് എൻ്റെ സഫമോള്, മൂന്നാമത്തെ എൻ്റെ പെൺകുട്ടി, എനിക്ക് 3 പെൺകുട്ടികളാണ്. മൂന്നാമത്തെ പെൺകുട്ടിയിൽ സഫമോള് എന്ന് പറയുന്ന ഓള് കുറച്ച് വൈകിയാണ് ഉണ്ടായത്. ആദ്യത്തെ 2 പെൺകുട്ടികൾ വേഗം ഉണ്ടായി, അവൾ കുറച്ച് വൈകിയാണ് ഉണ്ടായത്. അപ്പോൾ ഉണ്ടായപ്പോൾ ഒന്നും ഒരു കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ സിസേറിയൻ വേണമെന്ന് പറഞ്ഞു. ആദ്യത്തൊക്കെ സുഖപ്രസവമായിരുന്നു. സിസേറിയൻ വേണമെന്ന് പറഞ്ഞപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷൻ. പഠിച്ചവനെ സിസേറിയനോ, നമുക്ക് പ്രസവം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് പ്രതിഫലമുള്ള ഒരു സംഭവമല്ല. അത്രയും വേദന സഹിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു എത്ര വേദന സഹിച്ചാലും വേണ്ടില്ല, എനിക്ക് പ്രസവം തന്നെയാണ് എനിക്കിഷ്ടം എന്നൊക്കെ പറഞ്ഞു ഡോക്ടറോടൊക്കെ. അത്ര ഭയങ്കരമായിട്ടുള്ള പെയിനും കാര്യങ്ങളൊക്കെ വന്നു. എന്നിട്ട് എങ്ങനെയെങ്കിലും പഠിച്ചവനെ ഒന്ന് പ്രസവിച്ചെങ്കിൽ വിചാരിച്ചു. പക്ഷേ ഒരുപാട് ടൈം നീണ്ടുപോയി. അങ്ങനെ ടൈം നീണ്ടുപോയ സമയത്ത് എന്തൊക്കെ തന്നെ വേറൊരു ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു. പിന്നെ അവിടെ നിന്ന് ഓപ്പറേഷൻ തന്നെ ഇനി പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഓപ്പറേഷൻ ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ അനസ്തേഷ്യൊക്കെ ചെയ്ത് കിടക്കില്ല, ഒന്നും അറിയണില്ലല്ലോ. ഒരു ഡോക്ടർ ഇങ്ങനെ തട്ടി വിളിക്കുന്നുണ്ട്, സൽവ വാവയെ കാണേണ്ടി വെച്ചു. അപ്പോൾ ഞാൻ ആ ഒരു പാതി മയക്കെന്ന് വെച്ചാൽ അത്രക്കും നമ്മൾ എന്താ പറയുക, ഒരു അത്ര അനസ്തേഷ്യ പറഞ്ഞാൽ ഒന്നും അറിയണില്ലല്ലോ. വയറൊക്കെ കീറി മുറിച്ച് കിടക്കുന്ന സമയമാണ്, നമുക്കൊന്നും അറിയില്ല. ആ ഒരു സമയത്ത് വിളിക്കുകയാണ്. അപ്പം ഞാൻ ഒരു പാതി മയക്കത്തിൽ എൻ്റെ കുട്ടിയെ ഇങ്ങനെ കണ്ടു. ആ കുട്ടിയെ കണ്ടപ്പോൾ ഇങ്ങനെ എൻ്റെ ശരീരത്തിലൊക്കെ എന്തൊക്കെയോ ഇങ്ങനെ ഉള്ള പോലൊക്കെ തോന്നി. അതുപോലെ തന്നെ ഞാൻ അറിയാതെ മയങ്ങിപ്പോവുകയും ചെയ്തു. പിന്നെ പിറ്റേന്ന് ICUന്ന് രാവിലെ കേട്ടോ ഓരോരുത്തരൊരു കുട്ടികൾക്ക് പാൽ കൊടുക്കാൻ അങ്ങനെ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നുണ്ട് ആ റൂമിലേക്ക്. നല്ല തണുത്ത AC കണ്ട് തണുത്ത് പറക്കണൊരവസ്ഥയാണ്. ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കണ ആ ഒരു റൂമെന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ഇടങ്ങാറാണ് നമുക്കത്. എല്ലാവരും ഇങ്ങനെ കുട്ടികളെ കൊണ്ടുവരുന്നുണ്ട്, പാൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ സിസ്റ്ററോട് ചോദിച്ചു, അല്ല സിസ്റ്ററെ, എന്താ എൻ്റെ കുട്ടീനെ എന്താ കൊണ്ടുവരാത്തത് പാൽ കൊടുക്കാൻ എന്ന് ഞാൻ ചോദിക്കുകയാണ്. കാരണം എല്ലാവരും എന്നെക്കാളും ശേഷം ഓപ്പറേഷൻ ചെയ്തതൊക്കെ വന്ന് കൊടുക്കുന്നുണ്ട്, കുട്ടികളെ കരച്ചിൽ കേൾക്കുന്നുണ്ട്. ഞാൻ എൻ്റെ കുട്ടീനെ ഇപ്പോൾ കൊണ്ടുവരുമെന്ന് വിചാരിച്ച് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഇനി ഓപ്പറേഷൻ ആയാലും കുഴപ്പമില്ല, നമുക്ക് നമ്മളെ കുഞ്ഞിനെ കിട്ടുകയാണല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ സിസ്റ്ററിനോട് പറഞ്ഞു, സൽവ, പിന്നെ അത് ഡോക്ടർ പറയട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ച് പഠിച്ചോനെ എന്താ റബ്ബേ. കാരണം ആ ഒരു സമയത്ത് സഫമോളെ ഗർഭസമയത്ത് വെച്ച് ഞാൻ എപ്പോഴും ദിക്റും സലാത്തും ഖുർആനും തഹജ്ജുദും ആയിട്ട് ഇങ്ങനെ ഭയങ്കര എപ്പോഴും ആ കുട്ടിനെ അങ്ങനെ ഒരു കൂടുതലായിട്ട് നമ്മൾ പഠിച്ചവനോട് അടുക്കുന്ന സമയം എന്ന് വെച്ചാൽ നമ്മൾ ഗർഭസമയത്താണ്. ആ സമയത്ത് നമുക്കൊരു പാട്ട് കേൾക്കാൻ, നമുക്ക് എന്തെങ്കിലും കാണുമ്പോഴൊക്കെ ഒരു പേടിയുണ്ട്. പഠിച്ചവനെ കുട്ടി കുട്ടിക്ക് നമ്മൾ ഉസ്താദ്മാർ വയലാ പറയുമ്പോൾ കേൾക്കാമല്ലോ, നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ കുട്ടി അതിങ്ങനെ കേൾക്കും. നമ്മൾ നല്ലത് പറയുമ്പോൾ കുട്ടി കേൾക്കും. നമ്മൾ ഈമത്തും നമീമത്തും അല്ലെങ്കിൽ വേണ്ടാത്ത അനാവശ്യങ്ങൾ അതൊക്കെ കേൾക്കുമ്പോൾ അതും കുട്ടി കേൾക്കും. അപ്പം ഗർഭകാലം എന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര പേടിയാണ്. നമ്മൾ കൂടുതലായിട്ട് കുട്ടീനെ സ്വാലിഹായ കുട്ടിയാണെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളിങ്ങനെ വിചാരിക്കുന്ന ടൈമാണല്ലോ. അപ്പം അത്രക്കും ഞാനതൊക്കെ ചെയ്ത്. പക്ഷേ ഡോക്ടർ ഞാൻ എൻ്റെ കുട്ടീനെ കാണണമെന്ന് പറഞ്ഞപ്പോൾ എന്നോട് സിസ്റ്റർ പറഞ്ഞു, അത് ഡോക്ടർ പറയട്ടോ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ വേറൊരു സിസ്റ്ററിനെ വന്നു. അത് ഞാൻ പിന്നെയും ചോദിച്ചു, എവിടെ ഡോക്ടർ വന്നില്ലല്ലോ. അത് മോളെ വാവയ്ക്ക് കുറച്ച് സുഖമില്ലായിട്ട് കോഴിക്കോട് മിംസിലാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു. അല്ലാ, മിംസിലോ? ഞാനാണെങ്കിൽ കോട്ടക്കൽ HMSലാണ് നിൽക്കുന്നത്. മിംസ് എന്ന് പറയുമ്പോൾ ഒരുപാട് ദൂരം ആണല്ലോ, ഇവിടെ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ട്.
അപ്പോൾ ഞാൻ ആ ICUവിൽ ഇങ്ങനെ കിടക്കുകയാണ്. അതിൻ്റെ ജനലിൻ്റെ ആ ഒരു ഭാഗത്ത് അവിടെ ഇങ്ങനെ ഒരു ഗ്ലാസ് ഉണ്ട്. അവിടെ ഇങ്ങനെ ഒരു കുന്നും മലയൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. അതിൽ നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ച് പഠിച്ചോ എൻ്റെ കുട്ടി ആ ഒരു മലയുടെയും ഒരുപാട് അകലെയാണല്ലോ, എനിക്കൊന്നും അതിനെ കാണാൻ കഴിഞ്ഞെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ സങ്കടമായി. എന്തെനിക്കറിയണില്ല പഠിച്ചോന്. ഞാൻ സുഖപ്രസവം വേണമെന്ന് വിചാരിച്ച് ഒരുപാട് വേദന സഹിച്ചു, കാര്യങ്ങൾ ഇതായി. പിന്നെ ഓപ്പറേഷൻ ചെയ്തപ്പോൾ ഈ കുട്ടീനെ എനിക്ക് കിട്ടാത്ത ഒരവസ്ഥ, കാണാൻ പറ്റാത്ത അവസ്ഥ. കാരണം നമ്മൾ അത്രക്കും 10 മാസത്തോളം ഗർഭം ചുമന്ന് ഓരോ മാസങ്ങളും ദിവസങ്ങളും എണ്ണി കാത്തിരുന്ന് ആ ഒരു കുട്ടിയെ നമുക്ക് കാണാൻ പറ്റാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ അത്രക്കൊരു സങ്കടമുള്ള അവസ്ഥയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചു, ഇവർ ഈ TT ഫാമിലിൻ്റെ അവരെ കുട്ടി മരണപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ അതാട്ടോ ഓർത്തത്. പഠിച്ചവനെ അത് വല്ലാത്തൊരു സങ്കടം തന്നെയാണ്. ഞാൻ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വയറ് തൊട്ട് നോക്കും. എനിക്ക് തോന്നും കുട്ടിയുണ്ട്, വയറിനുള്ളിൽ ഉണ്ടെന്ന് തന്നെ തോന്നും. പക്ഷേ ഇല്ല, അതൊക്കെ വയറൊക്കെ കാലിയാണ്. ഒരിക്കലും കുഞ്ഞില്ല, എന്നെ വിട്ടു പോയിക്കണേ. ആ ഒരു ദിവസങ്ങൾ ഞാനിങ്ങനെ ആലോചിക്കും. റബ്ബേ പഠിച്ചവനെ, ഞാൻ HMSൽ 4-5 ദിവസം നിന്ന ദിവസങ്ങൾ വല്ലാത്തൊരു കണ്ണീരിൻ്റെ ദിവസങ്ങളായിരുന്നു. ഭയങ്കര ഒരു സങ്കടമായിരുന്നു കേട്ടത് ആ ഒരു അവസ്ഥ ആലോചിച്ചൊക്കെ ഇപ്പോൾ. അപ്പോൾ എനിക്ക് ഇവർ കുഞ്ഞ് മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അതാ ഓർമ്മ വന്നത്. റബ്ബേ എന്തൊക്കെ തന്നെയാലും മനസ്സ് വല്ലാതെ വേദനയ്ക്കുണ്ടാവും. പഠിച്ച റബ്ബ് ക്ഷമ നൽകി അനുഗ്രഹിക്കട്ടെ ആരായാലും എന്തൊക്കെ തന്നെയായാലും. കാരണം നമ്മളെ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും പറ്റുക അങ്ങനെയൊക്കെ പറയുമ്പോൾ ഭയങ്കര സങ്കടമുണ്ടോ. എന്തൊക്കെ തന്നെയായാലും പഠിച്ചവൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാനാണെങ്കിൽ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ കിടക്കുമ്പോൾ ദിക്റിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും. പഠിച്ചവനെ സ്വലാത്തുകൾ ചൊല്ലിക്കൊണ്ടിരിക്കും. അള്ളാഹുവേ എൻ്റെ കുട്ടിയെ നീ രക്ഷപ്പെടുത്തണം അള്ളാ. അന്നൂല് പറഞ്ഞ 30% കുട്ടിക്ക്, ഒരിക്കലും നമുക്ക് പ്രതീക്ഷ വളരെ കുറവാണ് എന്നൊക്കെ പറഞ്ഞത്. തലച്ചോറിന് എന്താ ക്ഷതമേറ്റിട്ടുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞത്. അങ്ങനെ 3-4 ദിവസം എംസിൽ, പിന്നെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പിന്നെ എന്നെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. എന്തൊക്കെ തന്നെയായാലും പിന്നെ ഒരു ദിവസം ഞാൻ കാണാൻ പോയി. ഞാൻ കണ്ടു കുട്ടീനെ. പഠിച്ചവനെ എൻ്റെ കുട്ടിയെ ഞാൻ ഒരിക്കലും നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല എന്നുള്ളൊരു അവസ്ഥയായിരുന്നു. കുട്ടിയാണെങ്കിൽ 3600 കിലോനും അങ്ങനെ നല്ല വെയിറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ICUവിലെത്തിയപ്പോൾ ഒരുപാട് കുട്ടികൾ റബ്ബേ, ചെറിയ 7-ാം മാസത്തിൽ പ്രസവിച്ചത്, 6-ൽ പ്രസവിച്ചത്, കയ്യും കാലൊക്കെ മുളച്ച് വരുന്നത്, കണ്ണ് തുറക്കാത്തത്, കണ്ണിങ്ങനെ അങ്ങനെ ഓരോ എലിക്കുട്ടികളെ പോലുള്ള ഒരുപാട് കുട്ടികൾ. നമ്മളവിടെ എത്തിയൊരു ലോകമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ. ICUവിൽ NICU കുട്ടികളെ ഓരോ വളർച്ച, ഇതൊക്കെ അങ്ങനെ കുട്ടികൾക്ക് ഈ വെൻറ്റിലേറ്ററിലൊക്കെ ഇട്ട് ഇങ്ങനെ അവരുടെ ചൂട് കൊടുത്തിട്ട് ഇങ്ങനെ കുട്ടീനെ വളർത്തിയെടുക്കുക. ഓരോ കുട്ടികൾ മരിക്കും അതിൻ്റെ ഇടയിൽ. അപ്പോൾ പൊട്ടിക്കരയും. അതൊക്കെ നമ്മൾ കണ്ട് തന്ന നിമിഷങ്ങൾ. എന്തൊക്കെ തന്നെയായാലും അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു 8-10 ദിവസം അവിടെ നിന്നപ്പോൾ ഞങ്ങളോട് പോകാൻ പറഞ്ഞു. പിന്നെ ഡോക്ടർ ആ സമയത്തൊക്കെ ഞങ്ങൾ ചൊല്ലിയ ദിക്ർ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്നായിരുന്നു. പഠിച്ചവനെ ഞങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെടുത്തണമെന്ന്. അങ്ങനെ ഏതായാലും അൽഹംദുലില്ലാ എൻ്റെ കുട്ടിനെ കിട്ടി. മാഷാ അല്ലാഹ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലാത്ത നല്ല മുളങ്ങൾ കണ്ടിട്ടില്ല സഫമോളെ. അപ്പോൾ ആ TT ഫാമിലിയിലെ കുട്ടി മരിച്ചു പറഞ്ഞപ്പോഴൊക്കെ എനിക്ക് അതാണ് ഓർമ്മ വന്നത്. പഠിച്ചവനെ എത്ര വേദന ഉണ്ടാവും, എത്ര സങ്കടം ഉണ്ടാവും. അള്ളാഹുവെ പുറത്ത് കൊടുക്ക്, അള്ളാഹുവെ ആ അവർക്ക് ക്ഷമ നീ നൽക്. അപ്പോൾ ഇന്നലെ ഞാൻ വീഡിയോ ഇടാത്തതിൻ്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ, വീട്ടിൽ പോയി, പിന്നെ അവിടുന്ന് പറ്റിയില്ല, അതൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ ഇന്ന് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഷെഫി ഉസ്താദിൻ്റെ കഥയുമായിട്ട് ഞാൻ വരാട്ടോ. ഷെഫി ഉസ്താദ് എന്ന് പറഞ്ഞാൽ എന്താ പാവ ഉസ്താദിലെ ആലോചിച്ച് നോക്കുമ്പോൾ. പക്ഷേ ഇപ്പോൾ ആ പെണ്ണ് നല്ല സ്നേഹം നടിക്കുന്നുണ്ട്, നന്നായിട്ട് സ്നേഹം നടിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലൊക്കെ ഉസ്താദിൻ്റെ സ്നേഹം പിടിച്ച് പറ്റുക, അത് എന്താണ് ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതവൾ കാര്യത്തിലാണോ അതവൾ കരുതി കൂട്ടിയാണോ ഒന്നും നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് കാണാം. എന്തൊക്കെ തന്നെയായാലും മുഅ്മിനീങ്ങൾക്ക് ദുനിയാവ് നരകാന്നറിയില്ലേ, അങ്ങനെ എത്രയോ പാവങ്ങളുണ്ട് നിരപരാധികൾ, ഒന്നും അറിയാതെ. ഭാര്യമാരാണെങ്കിൽ ഭയങ്കര ചതി ചെയ്യണോല്. അതുപോലെ ചില ഭർത്താക്കന്മാരും ഉണ്ട്, ഭാര്യമാരറിയാതെ ഭർത്താക്കന്മാർ പല രീതിയിലുള്ള തെറ്റുകളിലേക്കും നീങ്ങിയിട്ടും. അങ്ങനെ സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു കഥ ഞാൻ ഇന്നലെ കേട്ടപ്പോൾ ശരിക്കും അനുഭവമുള്ള 4 മക്കളുള്ള
ഒരു പെണ്ണ്, നല്ലൊരു പെൺകുട്ടിയാണ്. നല്ല പെൺകുട്ടി വെച്ചാൽ ചെറിയൊരു 4 മക്കളുണ്ട്, ആൺമക്കളാണ്. പക്ഷേ ഓലെ ഫാമിലിയിൽപ്പെട്ട ഒരു പെണ്ണിനെ തന്നെ അയാൾ, അതായത് ഇവരുടെ ഭർത്താവ് നിക്കാഹ് കഴിച്ചു എന്നുള്ളൊരു വാർത്തയാണ്. സത്യം പറഞ്ഞാൽ അത് കരഞ്ഞ് കരഞ്ഞ് ആകെ ഇടങ്ങാറായി. പഠിച്ചോനെ, നമ്മളെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും സ്നേഹം നമ്മൾക്ക് മാത്രം കിട്ടണമെന്ന് ആഗ്രഹിക്കണതാണ്. അപ്പോൾ പലരും പറയും ഇസ്ലാമിൽ അത് 4 കെട്ടാലോ. പക്ഷേ നമ്മുടെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ചെയ്ത പണി എന്താ? ഖദീജ ബീവി ഉള്ളിടത്തോളം കാലം ഒരാളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കല്യാണം കഴിച്ചിട്ടില്ല. അത് നിങ്ങൾക്ക് അറിയില്ലേ? എല്ലാവരും അങ്ങനെ ഒരു കാരണം ഉണ്ടാക്കണമെങ്കിൽ അതാണ്. പക്ഷെ ഒരിക്കലും നമ്മുടെ ഖദീജ ബീവി ഉള്ള കാലത്തോളം കഴിച്ചിട്ടില്ല കേട്ടോ. പിന്നെ ഖദീജ ബീവിൻ്റെ വഫാത്തിന് ശേഷമാണ് മറ്റു ഭാര്യമാരൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഏറ്റെടുത്തതൊക്കെ. അപ്പോഴൊക്കെ ആയിഷ ബീവി പറയല്ലോ, നിങ്ങളെപ്പോഴും കൂടുതലായിട്ട് ഖദീജാനെ കുറിച്ച് ഇങ്ങനെ പറയണെന്തിനാ? അപ്പോൾ മുത്ത് ഹബീബ് പറയും, ആയിഷ, ഖദീജ ബീവി എന്ന് പറഞ്ഞാൽ അവരെൻ്റെ എല്ലാമായിരുന്നു എന്നാ. ഉമ്മയുടെ സ്ഥാനത്തും ഭാര്യയുടെ സ്ഥാനത്തും ഒക്കെ അങ്ങനെയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഖദീജ ബീവിയുടെ കൂട്ടുകാർക്ക് ആടിനെ അറുത്ത് മാംസങ്ങളൊക്കെ വിതരണം ചെയ്യും എന്നൊക്കെയാണല്ലോ. അപ്പോൾ നമ്മൾ ഇസ്ലാമിൽ 4 കെട്ടാൻ എന്ന് കരുതിയിട്ട് ഇഷ്ടംപോലെ കെട്ടുക എന്നുള്ള ഒന്നല്ല. അതിനൊക്കെ ഓരോ ഇതുണ്ട്. ഒരാളെയും മനസ്സ് വേദനിപ്പിക്കാമെന്ന് ഇസ്ലാമിലില്ല. അപ്പോൾ ഇതിങ്ങനെ ഒരു സ്റ്റോറി ശരിക്കുണ്ടായ സംഭവം കേട്ടപ്പോൾ അപ്പോൾ ആ പെണ്ണ് പറയുന്നൊരു വാക്ക് ഭയങ്കര സങ്കടമായി പോയിട്ടോ. ആദ്യ ഭാര്യനോട് പറയണല്ലോ, അതേ എൻ്റെ അതേ അവകാശം എനിക്കുണ്ട് ഇവിടെ, ഇനി എനിക്ക് എന്താണുള്ളത് അത് എനിക്കുണ്ട്. പാവം ആദ്യ ഭാര്യയാണ് ഒരു പാവം പെണ്ണ്, ഒരാളെയും വേദനിപ്പിക്കാത്ത, ഒരാളെയും വിമർശിക്കാത്ത. അതാണ് പറഞ്ഞത് നിങ്ങൾക്ക് ദുനിയാവ് നരക എന്നുള്ളത്. ഓൾക്ക് എങ്ങനെയൊക്കെ തന്നെ വിഷമമായിരിക്കും. ഓരോ കഥകളൊക്കെ പറഞ്ഞ് സമയം ഒരുപാട് നീണ്ടുപോയില്ലേ. അപ്പോൾ ഇൻഷാ അല്ലാ നമുക്ക് ഷിഫി ഉസ്താദിൻ്റെ കഥ കാണട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അള്ളാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മളുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും പടച്ച റബ്ബ് പൂർത്തീകരിച്ച് തരട്ടെ. അതുപോലെ തന്നെ നമ്മുടെ മക്കളെയും ഒക്കെ സ്വാലിഹാക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നോമ്പും നിസ്കാരമൊക്കെ സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാ നമുക്ക് കഥയിലൂടെ കാണട്ടോ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പരസ്പരം ദുആ ചെയ്യുക. ഇൻഷാ അല്ലാ എൻ്റെ ദുആ നിങ്ങൾക്കും ഉണ്ടാവും കേട്ടോ. ഓക്കെ, എന്നാൽ ശരി.